കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം ഇങ്ങനെ ഒരു വലിയ തേങ്ങൽ അടക്കി പിടിച്ച് കണ്ട കാഴ്ചയുണ്ട്. ഒരു ചില്ലുകൂട്ടിലേക്ക് വീടിന്റെ നമ്പറുകൾ വന്ന് വീഴുകയാ. ചൂരൽമലയിൽ ഒരു രാത്രി കൊണ്ട് തകർന്നടിഞ്ഞു പോയ ജീവിതങ്ങളെ കൃത്യമായി വാക്കുപാലിച്ച പിണറായി സർക്കാർ വീട് നമ്പർ നൽകുകയാണ്, നറുക്കിട്ട് എടുക്കുകയാണ് ഓരോ അമ്മമാരും. ആ കുടുംബിനികൾ വന്നെടുക്കുമ്പോ നമ്മള് മലയാളികൾ, മനുഷ്യർ, ആ വാർത്ത കണ്ടവരെല്ലാം എന്തുമാത്രം വേദനയോടെയാണ്, വലിയൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് നമുക്കുണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഈ പകലിൽ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത നോക്കൂ. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചു നൽകിയ വീടുകളുണ്ടല്ലോ, ആ വീടുകൾ മുഴുവനും ചോർന്നൊലിക്കുകയാണ്. കുട്ടികളുടെ മേൽക്കൂര വീണ്, ടെറസിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയാണ്. മാലിന്യം ബാത്റൂമുകളിൽ നിന്നും ഇങ്ങനെ സ്മെല്ലായി വന്നിട്ട് അത് മുഴുവനും കുമിഞ്ഞുകൂടി വെള്ളം ചോർന്നൊലിക്കുകയാണ് ബാത്റൂമിന്റെ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നും. 2.5 ലക്ഷം രൂപ മുടക്കി എന്ന് പറയുന്ന ആ ഓരോ വീടിനും 1 ലക്ഷം രൂപയെങ്കിലും മുടക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരെ അന്നത്തെ സർക്കാരിനോട് ചോദിക്കുകയാണ്, ഇന്ന് ആ പാവങ്ങൾക്ക് 15 വർഷം കഴിയുമ്പോൾ ഇത്ര വലിയ ഒരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നു? നിങ്ങൾ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന വീടുകളെ പുച്ഛിച്ചു തള്ളുന്നവർ നോക്കേണ്ടത് അതാണ്. സുനാമിയുമായി ബന്ധപ്പെട്ട് തകർന്നടിഞ്ഞു പോയ കുടുംബങ്ങളെ ഉമ്മൻചാണ്ടിയുടെ ടൗൺഷിപ്പ് വലിയ രീതിയിൽ ആശ്വാസമാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച് നിങ്ങൾ അന്ന് കൊട്ടിഘോഷിച്ച് നടത്തിയത്, ആ കുഞ്ഞുങ്ങൾ, ആ സ്ത്രീകൾ, ആ അമ്മമാർ, ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഇന്ന് ചോർന്നൊലിക്കുന്ന വീടുകളിൽ നിന്ന് ഗദ്ഗതമാണ് പുറത്തേക്ക് വരുന്നത്. ഒരാളില്ല അവരെ ഏറ്റെടുക്കാൻ. വീണ്ടും പിണറായി സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു 50,000 രൂപ ഇടക്കാല ആശ്വാസം പോലെ കൊടുത്തിട്ട് ആ വിഷയവും ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ്, നിങ്ങൾ നിറവേറ്റിയ വാഗ്ദാനങ്ങൾ പോലും ഇന്ന് ഈ രാഷ്ട്രീയ കേരളത്തിൽ തകർന്നടിഞ്ഞ് വീഴുമ്പോഴാണ് നിങ്ങൾ ഓരോ ജാഥയും നടത്തി കേരളത്തിൽ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വരാനിരിക്കുന്ന 5 വർഷങ്ങൾ ഭരണം കിട്ടിയാൽ ഞങ്ങൾ ഉണ്ടാക്കി കളയും എന്ന് പറയുന്നത് എന്നുള്ളിടത്താണ് കോൺഗ്രസ് കൂട്ടങ്ങളുടെ മുഴുവൻ നെറുകേടും നിലപാടില്ലായ്മയും കൃത്യമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് 5 തെങ്ങിൽ വീട് ചോർന്നൊലിച്ച് തലയിൽ ടെറസിന്റെ കഷണങ്ങൾ കുട്ടികളിലേക്ക് വീഴുമെന്ന പേടിയോടെ അമ്മമാർ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അല്ലല്ലോ അതുണ്ടായത്. എത്രയോ വർഷങ്ങളായിട്ടുണ്ടാവും ആ അവസ്ഥകളിലേക്ക് എത്തിയിട്ടുണ്ടായത്. ഇന്ന് വാർത്തയായി പുറത്തു വരും മുമ്പും ആ വീടുകളിൽ ആ അമ്മമാർ, ആ കുടുംബങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ എത്രയാകും? ഇതെല്ലാം കൃത്യമായി കരണത്തടിക്കുകയാണ് സതീശന്റെയും കൂട്ടരുടെയും ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെയും എന്നുള്ളതാണ്.